NSS-SNDP ബാന്ധവത്തിന് പിന്നാലെ ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ രമേശ് ചെന്നിത്തല ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി തലസ്ഥാനത്തൊരു ദളിത് കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ചെന്നിത്തല. ദേശീയ തലത്തിലുള്ള ദളിത് നേതാക്കളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും പരിപാടി നടക്കുക. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വെള്ളാപ്പള്ളി നടേശന്റെ പരസ്യ പിന്തുണയോടെ ആദ്യം SNDP, തൊട്ടു പിന്നാലെ മന്നം ജയന്തിക്ക് മുഖ്യപ്രഭാഷകനായി ക്ഷണിച്ച് NSS, ഒടുവിൽ ലീഗ് നേതൃത്വം. സാമുദായിക സംഘടനകളുടെയും മത നേതാക്കന്മാരുടെയും പിന്തുണ ഉറപ്പാക്കിയുള്ള രമേശ് ചെന്നിത്തലയുടെ ഈ നീക്കം എന്തിനു വേണ്ടിയെന്ന ചോദ്യം കോൺഗ്രസ് ക്യാമ്പിൽ സജീവ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ ദളിത് സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചെന്നിത്തലയുടെ അടുത്ത ശ്രമം. വിവിധ സംഘടനകളിൽ നിന്നായി 5000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ദളിത് കോൺക്ലേവാകും തലസ്ഥാനത്ത് നടക്കുക. ദളിത് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ദേശീയ നേതാക്കളും കോൺക്ലേവിന്റെ ഭാഗമാകുമെന്നാണ് സൂചന. ചെന്നിത്തലയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ദളിത് കോൺക്ലേവിന്റെ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. KPCC നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും ഇത് സംബന്ധിച്ച ഔദ്യോഗിക സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക് NSSും SNDPയും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പിക്കാനായാൽ കരുത്തേറുമെന്ന വിലയിരുത്തലിലാണ് RC ക്യാമ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. NSS-SNDP ബാന്ധവത്തിന് പിന്നാലെ, ആ ബന്ധം ഉറപ്പിക്കലിന് പിന്നാലെ ഇപ്പോൾ ദളിത് മേഖലയിലേക്കും ഒരു ബന്ധം ഉറപ്പിക്കാൻ, അവിടെ ഒരു സ്വാധീനം ഉറപ്പിക്കാനാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ബോധപൂർവം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നൊരു എഫേർട്ട് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിരുന്നു. മറുവശത്ത് ആർക്കാണ് കൂടുതൽ സ്വാധീനമെന്ന് ഉറപ്പിക്കാനുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. ഇപ്പോൾ ഇത് അടുത്ത മേഖല കൂടി രമേശ് ചെന്നിത്തല കവർ ചെയ്യാൻ പോവുകയാണ്. അത് ദളിത് മേഖലയാണ്. ഒരു ദളിത് കോൺക്ലേവ് സംഘടിപ്പിക്കാൻ പോകുന്നു. എന്താണ് ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ചെന്നിത്തല ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇത് NSSും SNDPയും ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ പിന്തുണയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് സമീപകാലത്ത് എങ്ങുമില്ലാത്ത തരത്തിലൊരു പ്രതിച്ഛായ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ കൂടെ ഉറപ്പുവരുത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായി ദളിത് കോൺക്ലേവിന് രമേശ് ചെന്നിത്തല ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പരിപാടിക്കാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5000-ഓളം പ്രതിനിധികൾ, അതായത് സംസ്ഥാനത്തെ വിവിധ ദളിത് സംഘടനകളുടെ 5000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന കോൺക്ലേവിനാണ് തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നത്. ദേശീയ തലത്തിൽ ദളിത് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കന്മാരും ഈ ദളിത് സംഗമത്തിന്റെ ഭാഗമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ദളിത് വിഭാഗങ്ങളുടെ പിന്തുണ കൂടി ഉറപ്പാക്കാനായാൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിന് കരുത്ത് തെളിയിക്കാനാകും എന്നൊരു വിലയിരുത്തലിലാണ് അങ്ങനെ ഒരു നീക്കം നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം KPCCയിൽ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മുഖ്യമന്ത്രി തർക്കം ഇപ്പോൾ വേണ്ട, തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചാൽ മതി എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിനിടയിലാണ് പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും നീക്കങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുന്നത് എന്നതാണ് ശ്രദ്ധേയം. അവിടെ ദളിത് സംഘടനകളുടെ പിന്തുണ കൂടി ഉറപ്പാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് രമേശ് ചെന്നിത്തല കടന്നാൽ അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും നേതാക്കന്മാർക്കിടയിലും ഉണ്ടാക്കാൻ പോകുന്ന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട് ഉയരാൻ പോകുന്ന അഭ്യൂഹങ്ങളും ചെറുതായിരിക്കില്ല. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ തൃശ്ശൂരിൽ